Sporting light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. Sporting light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. മാണിക്കമാണെൻ്റെ ത്വാഹ ഇശ്ഖിൻ പാലഴിയാണെൻ്റെ റാഹ മുത്ത് മാണിക്കമാണെൻ്റെ ത്വാഹ ഇശ്ഖിൻ പാലഴിയാണെൻ്റെ റാഹ സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം Sporting light love of Medina, charming songs love of Medina, catching depth love of Medina, Medina, Medina. ചോദിച്ചതാണൊരു നാല് കാര്യം പണ്ട് ദാവൂദ് നബി റബ്ബോടിരന്നും കൊണ്ട് അതിലൊന്ന് നാക്കാദിക്കർ ചൊല്ലും റബ്ബിനെ മറ്റൊന്ന് ഖൽബാ ശുക്ർ ചൊല്ലും ഇലാഹിനെ. ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ഒരു പണ്ഡിതൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു പണ്ഡിതൻ ഇമാം നവവി തങ്ങളെ കുറ്റം പറഞ്ഞു. ഒരു മസ്അല തർക്കവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ ആ അഭിപ്രായം ഏറിപ്പോയി. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നാവ് എന്ന് പറഞ്ഞ ചെറിയ സംഭവമൊന്നുമല്ല. നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതൻ നവവി ഇമാം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു മസ്അല തർക്കം വന്നപ്പോൾ അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷെ അത് ഏറിപ്പോയി. പണ്ഡിതന്മാരാണ് രണ്ടുപേരും. സുബ്ഹാനല്ലാഹ്, ആ പണ്ഡിതനെങ്ങു മരണപ്പെട്ടു പോയി. മരണപ്പെട്ടപ്പോൾ ആ ജനാസ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ആ ജനാസ കിടത്തിയിരിക്കുന്ന സ്ഥലത്തൊരു വന്യജീവി അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. എവിടെ നിന്നോ ആണെന്നറിയില്ല. ഒരു വന്യജീവി അങ്ങ് വേഗം പ്രത്യക്ഷപ്പെട്ടിട്ട് നവവി ഇമാമിനെ കുറ്റം പറഞ്ഞ മനുഷ്യന്റെ നാവ് അയാളുടെ വായിൽ നിന്ന് കടിച്ചെടുക്കുകയാണ്. ആ നാവുമായിട്ട് ആ ജീവി അങ്ങ് അപ്രത്യക്ഷമാകുകയാണ്. സഹോദരങ്ങളെ, ചെറിയ ആളാണോ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു? വലിയ മാനാണ്. ലോകത്ത് അവിടുത്തെ പേര് 1000 വട്ടം 10000 വട്ടം ലോകത്ത് നവവി ഇമാമിന്റെ പേര് പറയാതെ സൂര്യോദയം ഉണ്ടാകുന്നില്ല സഹോദരാ. 10000 വട്ടം നവവി ഇമാമിന്റെ കിതാബ് വായിക്കാതെ ലോകത്തൊരു സൂര്യാസ്തമയം ഉണ്ടാകുന്നില്ല സഹോദരാ. ഖൽബിൽ തട്ടി ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. വലിയ മഹാനാണ് ഇമാമുൻ നവവി. എന്തു മനസ്സിലാക്കണം ഞാനും നിങ്ങളും? നമ്മുടെ നാവ് ഉപയോഗിച്ച് ഒരു ആലിമിനെയും തെറി പറയാൻ പാടില്ല. ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല.
കണ്ടില്ലേ നവവി ഇമാം റളിയല്ലാഹു അൻഹു ഒരഭിപ്രായം എന്താണ്? അമ്രതുകളായ ആൺകുട്ടികളെ നോക്കൽ ഹറാമാണെന്ന് പറഞ്ഞ മഹാനാണ്. കാണാൻ രസമുള്ള ആൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കൽ ഹറാമാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അക്കാലഘട്ടത്തെ ജീവിച്ചിരുന്ന ചില ആളുകൾക്ക് ഇത് രസിച്ചില്ല. അവര് ഇമാമുൻ നവവി തങ്ങളെ കളിയാക്കി. അതെന്തൊരു പറച്ചിലാണ് നവവി പറഞ്ഞത്! അങ്ങനങ്ങ് പറയാൻ പാടുണ്ടോ? അങ്ങനങ്ങ് പറയാൻ പാടില്ല. കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ ഇമാമുൻ നവവിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിൽക്ക്, എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. സുന്ദരന്മാരായ ആൺകുട്ടികൾ നവവി ഇമാമിന്റെ അടുത്തേക്ക് പോകുകയാണ്. നവവി ഇമാം റളിയല്ലാഹു അൻഹു അപ്പോൾ അവിടുത്തെ കിതാബ് മുത്താലയിലാണ്. കിതാബ് ഇങ്ങനെ മുത്താല ചെയ്തുകൊണ്ടിരിക്കുന്ന നവവി ഇമാമിന്റെ മുന്നിലേക്ക് കാണാൻ സുന്ദരന്മാരായ ആൺകുട്ടികൾ ചെന്ന് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ നോക്കൂല അല്ലേ? നിങ്ങൾ ഞങ്ങളെ കാണൂല അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ നോക്കൽ ഹറാമാണ് അല്ലേ? നവവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടികൾ പാട്ടുപാടി വർത്തമാനം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആക്ഷേപത്തിന്റെ ഭാഷയിൽ വർത്തമാനം പറഞ്ഞ കുട്ടികളുടെ മുഖത്തേക്ക് അങ്ങ് സൂക്ഷിച്ചൊരു നോട്ടം നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദൃഷ്ടി പതിഞ്ഞ കുട്ടികളുടെ ഭാഗത്ത് നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ ദൃഷ്ടി പതിഞ്ഞ കുഞ്ഞുങ്ങളുടെ മുഖഭാവത്തിൽ നിന്നും മാംസം ഇങ്ങനെ ഉരുകി താഴേക്ക് വീഴാൻ തുടങ്ങി. ആ കുട്ടികൾ നിലവിളിച്ചുകൊണ്ടോടി. സഹോദരാ, നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ആ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ കണ്ണിന്റെ ദൃഷ്ടി പതിഞ്ഞ ഭാഗത്ത് ആ കുട്ടികളുടെ മുഖത്ത് നിന്ന് മാംസമുരുകി താഴേക്ക് വീണുപോയി. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളും നാവും നരകവും എന്ന പ്രമേയത്തിൽ ഇവിടെ വന്ന ഉപ്പമാരെ, ഉമ്മമാരെ, എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ സഹോദരന്മാരെ, നിങ്ങൾ ഒരൊറ്റ ആലിമിനെയും തെറി പറയാൻ നമ്മുടെ നാവ് ഉപയോഗിക്കരുത് എന്നല്ല, ഒരു മനുഷ്യനെയും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചീത്ത പറയരുത്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയിലേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ ഖുറൈശികളിൽപ്പെട്ട കുഫാറുകളിൽപ്പെട്ട ആളാണ്. മുത്തുനബിയെ തെറി പറഞ്ഞു. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തെറി പറഞ്ഞു, ആക്ഷേപിച്ചു. ലാത്തായേ ഊസായേ വേണ്ടാന്ന് വച്ചോനെ, എന്റെ ദൈവങ്ങളെ തള്ളി പറഞ്ഞോനെ. ലാത്തായേ ഊസായേ വേണ്ടാന്നോ വച്ചോനെ, ഞങ്ങളുടെ ലാത്തായ വേണ്ടെന്ന് പറഞ്ഞവരെ, ഉസായ വേണ്ടെന്ന് പറഞ്ഞവരെ, ഹുബലായ വേണ്ടെന്ന് പറഞ്ഞവരെ, അലായ വേണ്ടെന്ന് പറഞ്ഞവരെ, നീ അങ്ങനത്തവനാ, നീ ഇങ്ങനത്തവനാ, നിനക്ക് അങ്ങനെയാ, നിനക്ക് ഇങ്ങനെയാ. ആക്ഷേപത്തോട് ആക്ഷേപം, പരിഹാസത്തോട് പരിഹാസം. ഒത്തിരഞ്ഞ് പറയാൻ ചീത്തയൊന്നുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ അക്ഷരം മിണ്ടിയില്ല. മിണ്ടാതെ കേട്ട്. മുത്തുനബിയെ തെറി പറയാൻ തുടങ്ങിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അയാൾക്ക് മറുപടി പറഞ്ഞു. അയാൾക്ക് മറുപടി പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റങ്ങ് പോയി. മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഈ മജ്ലിസിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. സ്വലാത്ത് ചെല്ലണം, അവർ ശപിക്കും. നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാതിരിക്കുന്ന യോമാരി എന്നവരും റഹ്മത്തിന്റെ മലക്കുകൾ. ഇവിടെ എത്രയോ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ, ഈ പള്ളിക്ക് സ്ഥലം വിട്ടുന്ന ആള്, അവരെയൊക്കെ ആത്മാവുകൾ ഈ സദസ്സിലുണ്ട്. ഈ പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ മറപ്പെട്ട് കിടക്കുന്ന എത്രയോ മഹാന്മാരുടെ ആത്മാവുകൾ ഈ സദസ്സിലുണ്ട്. അവർക്ക് വിഷമാവും. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്തൊക്കെ
ഒച്ചത്തിൽ ചെല്ലണമെന്നില്ല, അറിയാതെങ്കിലും ചുണ്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എഴുന്നേറ്റങ്ങ് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി. യാ റസൂലല്ലാഹ്, എന്തിനെ നബിയേ അവിടുന്ന് എഴുന്നേറ്റു പോയതെന്തിനാണ്? സിദ്ദീഖേ, നിന്നെ അയാള് തെറി പറയുമ്പോൾ, നിന്നെ അയാള് ചീത്ത പറയുമ്പോൾ നീ മൗനമായിട്ടിരുന്നില്ലയോ? നീ മിണ്ടാതെ ഇരുന്നില്ലയോ? അങ്ങനെ മിണ്ടാതിരുന്ന സമയത്ത് അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. ആ മലക്ക് നിന്റെ ഭാഗത്ത് വന്നിരുന്നു. അവൻ നിന്നെ തെറി പറയുമ്പോൾ, അവൻ നിന്നെ ചീത്ത വിളിക്കുമ്പോൾ ആ മലക്ക് അവന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ മലക്ക് അവന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ വല്ലാതെ ചീത്ത വിളിച്ച് അവൻ എന്നെ കൂടി ചീത്ത വിളിച്ചപ്പോൾ നിനക്ക് സഹിക്കാതെ നീ ഇടപെട്ടില്ലയോ സിദ്ദീഖ്? അന്നേരത്ത് അല്ലാഹു നിയോഗിച്ച മലക്ക് അവിടുന്ന് അങ്ങ് പോയി. അതേ സ്ഥാനത്ത് ഇബ്ലീസുൽ ലഈൻ റളിയല്ലാഹു അൻഹു ഇബ്ലീസുൽ ലഈൻ, പടച്ചവനെ ആരെങ്കിലും ഉറങ്ങി ഇരുന്നിട്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ തർബിയത്തൊന്നും ചെല്ലല്ലേ. അവൻ മഹാപെശ കുടിച്ച സാധനമാണ്. ആര്? ഇബ്ലീസ്. ഇബ്ലീസിന്റെ പേര് കേട്ടേച്ചു വെച്ച് ആരെങ്കിലും ലാനത്ത് പറയാതിരുന്നാലും അയാൾക്ക് ഇബ്ലീസുമായിട്ട് കയ്യപ്പുണ്ടെന്ന്. ഇബ്ലീസ് അവിടെ വന്നിരുന്നു. ഇബ്ലീസ് ഇരിക്കുന്ന സ്ഥലത്ത് എനിക്കിരിക്കാൻ പറ്റൂലല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റങ്ങ് പോയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ എന്തു വേണം? നമ്മൾ നമ്മുടെ നാവുകൊണ്ട് ഒരാളെയും ചീത്ത പറയണ്ട, ഒരാളെയും ആക്ഷേപിക്കണ്ട. സഹോദരാ, നാവുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ ഒരുപാട് തെറി പറയണമെന്നില്ല, ഒരുപാട് ആക്ഷേപിക്കണമെന്നില്ല, ഒരുപാട് കുറ്റം പറയണമെന്നുമില്ല. ഒരു മനുഷ്യൻ, ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു മനുഷ്യൻ. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? വലത്തോട്ട് തുപ്പൽ കറാഹത്താണ്, മുമ്പോട്ട് തുപ്പൽ കറാഹത്താണ്. എവിടെ തുപ്പണ്ടേ? എങ്ങോട്ടാ തുപ്പണ്ടേ? ഖിബിലയ്ക്ക് നേരെ തുപ്പലോ കറാഹത്താണ്, ഹറാമാണെന്ന് പറഞ്ഞ പോലെ മക്കളുണ്ട്. നോക്ക്, അപ്പൊ ഒരു കറാഹത്ത് ജീവിതത്തിൽ അയാൾ ചെയ്യുന്നില്ല. അതായത് വലത്തോട്ട് തുപ്പുന്ന ഒരു പരിപാടി പോലും അയാൾ ചെയ്യണില്ല. നിസ്കാരത്തോട് നിസ്കാരം, നോമ്പോട് നോമ്പ്, ആര് വന്ന് ചോദിച്ചാലും ദാനത്തോട് ദാനം. എപ്പോഴും പള്ളിയിലാണ്, 5 വഖ്ത് നിസ്കാരത്തിനും ജമാഅത്തായി പള്ളിയിൽ പോകുന്നയാളാണ്. ഒരു വഖ്ത് നിസ്കാരം അയാളെ ഖളാക്കാറില്ല, സിനിമ കാണാറില്ല, സീരിയൽ കാണാറില്ല. അങ്ങനെയുള്ള ഒരു തെറ്റുപോലും ജീവിതത്തിൽ ചെയ്യാത്ത ഒരു മനുഷ്യൻ, അയാളുടെ ചിത്രം അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. ഒരു തെറ്റുപോലും ചെയ്യാത്ത മനുഷ്യൻ, കൃത്യമായി നോമ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഇനി മറ്റൊരാളെ ഞാൻ പറയാം. അയാൾ എങ്ങനെയാണെന്നറിയോ? കള്ളുകുടിയനാണ്, പെണ്ണ് പിടിയനാണ്, ചെയ്യാത്ത തെമ്മാടിത്തരങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും കുടിച്ചു പൂസായി, ലക്കില്ല, ലഗാലില്ല, ബോധമില്ല, പരിസരബോധം പോലുമില്ല. എന്നും മദ്യപാനിയാണ്, എന്നും അയാള് വ്യഭിചാരിയാണ്. മദ്യം കുടിക്കാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സുൻ
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് കള്ളു കുടിക്കരുത്, ഒഴിവാക്കുക. സുബ്ഹാനല്ലാഹ്. ഒരാള് തോക്കെടുത്തു, കലോഷ്നിക്കോവ് തോക്ക്, കലോഷ്നിക്കോവ് AK-47 തോക്ക്, അതാണ് പറഞ്ഞാൽ മനസ്സിലാവുക. നിങ്ങളുടെ നെറ്റിയുടെ മേളിൽ ഇങ്ങനെ വെച്ചു, കുടിക്കടാ കള്ള. എടാ വലത്തെ കയ്യിൽ തോക്ക്, ഇടത്തെ കയ്യിൽ മദ്യത്തിന്റെ ഒരു കുപ്പി. പട്ടച്ചാരായ വന്ന് കരുതിക്കോ, മൂത്രം വന്ന് കരുതിക്കോ, ബ്ലഡ് ആണെന്ന് കരുതിക്കോ, രക്തം. എങ്ങനെ തോക്കെടുത്ത് നെറ്റിയുടെ മേളിൽ വെച്ചു, കുടിക്കടാ കള്ള. ഇപ്പൊ പൊട്ടിക്ക് ഞാൻ കുടിച്ചില്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഇവൻ ആരാ? ഇവൻ ഭൂലോകത്തെ എമ്മാടിയാണ്. ഇവൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നിശ്ചയമായിട്ട് എന്നെ കൊല്ലും. കൊലപാതകം ഉറപ്പാണ്, മരിക്കും. കള്ളു കുടിച്ചാലേ എന്റെ ജീവൻ രക്ഷപ്പെടൂ എന്ന ഘട്ടം വന്നാൽ ജീവരക്ഷാർത്ഥം അയാൾക്ക് ആ മദ്യം കുടിക്കൽ അനുവദനീയമാണ്. പകുതി കേട്ടിട്ട് എഴുന്നേറ്റ് പോകല്ലേ. ഹാമിദ് യാസീൻ ഉസ്താദ് ബേക്കൽ പരയങ്ങാനത്ത് വന്ന് പ്രസംഗിച്ചു, കള്ളുകുടിക്കൽ അനുവദനീയമാണെന്ന്. ഇത് കേട്ടിട്ട് എഴുന്നേറ്റങ്ങ് പോയി കള്ളു കുടിക്കാൻ തുടങ്ങണ്ട. പൂർണ്ണമായും കേൾക്കണേ സഹോദരാ. അല്ലാഹു നല്ലത് കേൾക്കാനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെ അതിന് മൂത്രമായിരുന്നാൽ അങ്ങനെ ബ്ലഡ് നജസല്ലേ, ഇതൊക്കെ കള്ള് നജസാണ്, മൂത്രം നജസാണ്, കള്ള് നജസ്, ബ്ലഡ് നജസ്, രക്തം നജസാണ് ശാഫിഈ മദ്ഹബിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇയാള് ആ ഒരു ഘട്ടം വന്നാൽ അയാള് കള്ളു കുടിക്കുക, കുടിച്ചില്ലെങ്കിൽ അവൻ കൊല്ലും. ജീവരക്ഷാർത്ഥം അയാൾക്ക് കള്ളു കുടിക്കാം. എന്നാൽ അയാൾക്ക് വ്യഭിചരിക്കാമോ? ഒരു 18 വയസ്സുകാരിയായ പെണ്ണ്, സുന്ദരിയായ പെണ്ണിനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വാഹനത്തിൽ ചീറിപ്പാഞ്ഞു വന്ന ആളുകൾ അവളെ പിടിച്ചു കയറ്റി, ബലിഷ്ഠമായി വാഹനത്തിൽ വലിച്ചു കയറ്റിയിട്ട് ഡോറടച്ചു. വാഹനം ചീറിപ്പാഞ്ഞു പോയി. വിജനമായ ഒരു പരിസരത്തെത്തിയപ്പോൾ, ആരുമാരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഡോർ ഓപ്പണാക്കി അവളെ പുറത്തേക്ക് വലിച്ചിട്ടു. അവളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും വലിച്ചു കീറി. സഹോദരാ, സഹോദരാ, അവന്റെ കയ്യിൽ കടാരയാണ് ഇരിക്കുന്നത്, അവന്റെ കയ്യിൽ കലോഷ്നിക്കോവ് തോക്കിരിക്കുകയാണ്. അവൻ വ്യഭിചാരത്തിന് വേണ്ടി ശ്രമിച്ചാൽ ജീവൻ അപകടപ്പെടുമെന്ന് കണ്ടാലും വ്യഭിചാരത്തിന് സമ്മതിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം. മരിച്ചോട്ടെ, എന്നാലും നീ സമ്മതിക്കാൻ പാടില്ല. മരിച്ചോട്ടെ, എന്നാലും നീ സമ്മതിക്കാൻ പാടില്ല. ലാ തഖറബുസ് സിനാ, ലാ തഖറബുസ് സിനാ. അടുക്കുക പോലും വിചാരിക്കല്ലേ എന്നല്ല പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. വിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ എന്നാ. ഇന്നഹു കാന ഫാഹിഷ, അത് മോശം പ്രവൃത്തിയാണ്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ് ആ ആയത്തൊക്കെ. സമയം നമുക്കില്ല സഹോദരങ്ങളെ, എങ്ങും നമ്മൾ എത്തൂല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അപ്പോ ഇയാള് വ്യഭിചാരിയാണ്, ഇയാള് കുടിയനാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരട്ടെ. ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ഇയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരേങ്ങാനത്തൊരു വയല്, പരേങ്ങാനത്ത് ഇങ്ങനെ വയല് കേൾക്കുമ്പോ ഹാമിദ് യാസീൻ ഉസ്താദാണ് വയല് പറയണത്. വയല് ഇങ്ങനെ അയാൾ എന്താണ് മുസ്ലിയാർ പറയുന്നത്, എവിടുന്ന് വന്ന ആളാ, തിരുവനന്തപുരത്തുനിന്ന് വന്ന ആളാ, നമുക്കൊന്ന് കേട്ട് കളയാലോ അയാളെ. അങ്ങനെ അയാൾ ആലോചിച്ച് വെറുതെ ഇങ്ങനെ വഴിയെ പോയ ആള് വെറുതെ ഒന്ന് കേൾക്കാൻ വേണ്ടി കാതു കൂർപ്പിച്ചു. അപ്പോൾ ഉസ്താദ് ഓതുന്ന ആയത്ത് ഏതാണ് സഹോദരങ്ങളെ? എടോ പടച്ചവനെ പേടിക്കാൻ നിനക്ക് സമയമായില്ലേ? അല്ലാഹുവിനെ ഭയക്കാൻ നിനക്ക് നേരമായില്ലേ എന്ന് അർത്ഥമുള്ളൊരു ആയത്ത് അയാൾ കേൾക്കുകയാണ്. ആയത്ത് കേട്ടപ്പോഴത്തേക്ക് അയാൾക്ക് പേടിയായി.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എടോ, നിന്റെ ഹൃദയം പടച്ചവനെ പേടിക്കാനായില്ലേ? ഇതുവരെ നീ നിസ്കാരം തുടങ്ങിയില്ലേ? ഇതുവരെ എത്ര വയസ്സായി? 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് വരെ കുടിച്ചു, വ്യഭിചരിച്ചു, മോശക്കാരനായി നടന്നു. അപ്പോഴാണ് ഈ ആയത്ത് കേൾക്കുന്നത്. പടച്ചവനെ പേടിക്കാൻ ഇതുവരെ നിനക്ക് നേരമായില്ലേ? മരിക്കുമെന്ന ബോധം നിന്റെ കൽബിലില്ലേ? ഖബറിൽ കിടക്കണമെന്ന വിചാരം നിന്റെ മനസ്സിൽ ഇതുവരെ വന്നില്ലേ? ഈ മനുഷ്യൻ എന്ത് ചെയ്തു? സഹോദരങ്ങളെ, കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. പാതിരാത്രി സമയമാണ്, ആരുമില്ലാത്ത സമയമാണ്. അയാള് വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്ന് കുടിക്കാൻ വേണ്ടി കരുതിയിരുന്ന പട്ടച്ചാരായത്തിന്റെ കുപ്പി അരയിൽ നിന്ന് വലിച്ചെടുത്ത് റോഡിലെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. ഇല്ല, ഞാനിനി കുടിക്കില്ല, ഞാനിനി പിടിക്കില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ തൗബയുടെ വാതിൽക്കൽ ഞാൻ മുട്ടുകയാണ് തമ്പുരാനെ. ആരാണ് എന്നെ സ്വീകരിക്കുക? ആരും എനിക്ക് മാപ്പ് തരില്ല അല്ലാ. പക്ഷേ നീ ദയാലുവാണ്, നീ കാരുണ്യമുള്ളവനാണ്. നിന്റെ തൗബയുടെ വാതിൽക്കൽ ഞാനിതാ വന്നിരിക്കുകയാണ്. വീട്ടിന്റെ അകത്തളത്തിലേക്ക് മെല്ലെ സാവധാനം അയാൾ കടന്നു ചെന്നു. ഭാര്യയെ ഉണർത്തിയില്ല, മക്കളെ ഉണർത്തിയില്ല. വീടിന്റെ ചുവട്ടിലുള്ള പൈപ്പിൽ നിന്ന് അയാൾ ഒതുവെടുത്തു. അയാൾ കുളിച്ചു വൃത്തിയായി. വീട്ടിൽ ഭാര്യ ഉപയോഗിക്കുന്ന മുസല്ലയെടുത്ത് പടിഞ്ഞാറോട്ട് വിരിച്ചു. ഖിബിലയുടെ നേരെ വിരിച്ചിട്ട് അയാൾ നിസ്കരിച്ചു. സുജൂദിൽ വീണു. അല്ലാഹുവേ, അനീസി ഇൻദ വഹ്ദതി, റഫീഖി ഇൻദ സല്ലതി. പടച്ചവനെ, പടച്ചവനെ, കൽബ് പൊട്ടി വിളിച്ചു. ആരും അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, മക്കളറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അല്ലാഹു അറിഞ്ഞു. കൽബ് പൊട്ടി വിളിച്ചു. ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു. ഇനിയില്ല, ഒരു ഹറാം ഞാൻ ചെയ്യില്ല. പ്രതിജ്ഞ എടുത്തു, ഒരു കറാഹത്ത് ഞാൻ ചെയ്യില്ല. സഹോദരങ്ങളെ, അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയാണ്. ആ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പടച്ചവനെ പേടിച്ച് ഹൃദയം പൊട്ടി അയാളങ്ങ് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യനങ്ങ് മരിച്ചുപോയപ്പോഴോ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്താണ് ചെയ്തതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ. അയാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അയാളുടെ തൗബ, ഹൃദയം പൊട്ടിയാണ് പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങിയത്. അയാൾ ചെയ്ത തെറ്റുകൾ മുഴുവനും അല്ലാഹു നന്മയായിട്ടങ്ങ് മറിച്ചു. വ്യഭിചരിച്ച വ്യഭിചാരം മുഴുവനും, കുടിച്ച കള്ള് മുഴുവനും അല്ലാഹു നന്മയായിട്ടങ്ങ് മറിച്ചു. അപ്പോഴോ അയാൾ അല്ലാഹുവിങ്കിൽ സ്വീകാര്യനായിട്ടങ്ങ് മരണപ്പെട്ടു പോകുകയാണ്. എന്നാൽ നേരത്തെ ഞാൻ ഒരാളെ പറഞ്ഞില്ലേ? ആരാണ് അയാള്? വലത്തോട്ട് തുപ്പൂല, മുന്നോട്ട് തുപ്പൂല, നിസ്കാരത്തോട് നിസ്കാരം, നോമ്പോട് നോമ്പ്. ഇയാള് നാട്ടിൽ
നാട്ടിൽ അറിയപ്പെട്ട വലിയ സ്വാലിഹായ മനുഷ്യനാണ്. ഇയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ എങ്ങാനത്ത് വയല് കേൾക്കാമെന്ന ഉമ്മ, എന്റെ ഉപ്പ, എന്റെ കൽബുള്ള ചെറുപ്പക്കാരാ, ഒരു തെറ്റയാള് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയുമോ തെറ്റ്? ഈ മരിച്ചുപോയ തെമ്മാടിയായിരുന്ന മനുഷ്യനില്ലയോ, ഈ മരിച്ചുപോയ മോശക്കാരനായ മനുഷ്യനില്ലയോ, ആ മനുഷ്യനെ പറ്റി ഇയാള് പറഞ്ഞു അയാള് തെമ്മാടിയാണ്, കള്ളുകുടിയനാണ്, അയാള് വ്യഭിചാരിയാണ്, അയാള് മോശപ്പെട്ടയാളാണ്. ഇത് പറഞ്ഞു. ഇതാണ് അയാൾ ചെയ്തത്. വലത്തോട്ട് തുപ്പൂല, മുന്നോട്ട് എപ്പോഴും നിസ്കാരാണ്. ഈ മനുഷ്യൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്താ? ആ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ കുടിയനാണെന്ന് പറഞ്ഞു, പിടിയനാണെന്ന് പറഞ്ഞു, മോശക്കാരനാണെന്ന് പറഞ്ഞു. ഇതേ അയാൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ രണ്ടുപേരുടെ അവസ്ഥ. അള്ളാഹു ഇവിടെ എന്താണ് തീരുമാനിക്കുക? അള്ളാഹു എന്ത് തീരുമാനിക്കും? സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. പാപമേറെ ചെയ്തു പോയി പാപി ഞാൻ കരയുന്നു, പാപമെല്ലാം മാപ്പു നൽകി കരുണ ചെയ്തിടേണേ. പാപമേറെ ചെയ്തു പോയി പാപി ഞാൻ കരയുന്നു, പാപമെല്ലാം മാപ്പു നൽകി കരുണ ചെയ്തിടേണേ. നന്മയില്ലാണുമണിയും പാപഭാരം പേറി, നന്മയില്ലാണുമണിയും പാപഭാരം പേറി, ഏറെ ദൂരം പോയി നാഥ നീ കനിയേണമേ, നീ കനിയേണമേ. ഈ മനുഷ്യൻ നാളെ പരലോകത്ത് വരികയാണ്. സാലിഹായ മനുഷ്യനുമുണ്ട്, തെമ്മാടിയായി മരിച്ചുപോയ മനുഷ്യനില്ലയോ സഹോദരങ്ങളെ? തെമ്മാടിയായി മരിച്ചുപോയ സഹോദരനില്ലയോ? തൗബ ചെയ്ത് ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പ് അള്ളാനെ പേടിച്ച് ഹൃദയം പൊട്ടി മരിച്ചുപോയ സഹോദരനില്ലയോ? അയാൾ പരലോകത്ത് വരികയാണ്. നാവ് കൊണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ മോശക്കാരനാണ്, തെമ്മാടിയാണ്, കുടിയനാണ്, വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞു പോയ ഈ സുഹൃതവാനായ മനുഷ്യനും അല്ലാഹുവിന്റെ പരലോകത്ത് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ആര്? സ്വാലിഹായ മനുഷ്യൻ പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. കഅബാലയത്തിന്റെ ഭിത്തിയിൽ പിടിച്ചു ദുആരക്കുകയാണ്, പടച്ചവനെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹു പൊറുക്കൂല. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് അയാൾ ചോദിച്ചു, അല്ലാഹ് പൊറുക്കണേ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹു പൊറുത്തില്ല. റൗള ശരീഫിന്റെ മുന്നിൽ പോയി നിന്ന് ദുആരെന്നാലും അല്ലാഹു അത് പൊറുക്കില്ല സഹോദരങ്ങളെ. കാരണം എന്താണെന്നറിയുമോ? ആ തെമ്മാടിയായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൊരുത്തം വാങ്ങാതെ ഇയാള് രക്ഷപ്പെടുകയില്ല. അത് അല്ലാഹു വെച്ചതാണ്. ഒരു മനുഷ്യനുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപാട്, ചീത്ത പറഞ്ഞു, നുണ പറഞ്ഞു, അയാളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, എന്നാൽ അയാളെ കണ്ട് നിങ്ങൾ പൊരുത്തം ചോദിക്കണം. ഒരുത്തൻ വ്യഭിചരിച്ചു എന്ന് കരുതട്ടെ, ആ വ്യഭിചാരത്തെ പറ്റി നിങ്ങൾ നാട്ടിൽ പറഞ്ഞു, 10 പേരോട് പറഞ്ഞു, ആ 10 പേര് വീണ്ടും 10 പേരോട് പറഞ്ഞു, അങ്ങനെ 100ആയി. അവർ വീണ്ടും 10 പേരോട് പറഞ്ഞു, 1000മായി. 1000 വീണ്ടും 10 പേരോട് പറഞ്ഞു, 10000മായി. പിന്നെ വാട്സപ്പായി, ഫേസ്ബുക്കായി, സുബ്ഹാനല്ലാഹ്, ആഘോഷമായി. ഈ വ്യഭിചാരിയായ മനുഷ്യനൊരു പാതിരാത്രി സമയം പടച്ചവനെ പടച്ചവനെ സംഭവിച്ചു പോയി തമ്പുരാനെ, നിന്റെ തൗബയുടെ വാതിൽക്കൽ ഞാൻ വന്ന് നിൽക്കുകയാണ് അല്ലാഹ്, മാപ്പുതായോ തമ്പുരാനെ. ഒട്ടിക്കരഞ്ഞ അയാൾ ദ്വാരന്നാൽ അല്ലാഹു അയാൾക്ക് പറഞ്ഞ നമ്മളാരായി?
ആരാണ് അവിടെ വില്ലൻ? നാവാണ് വില്ലൻ. നമുക്ക് നരകം സമ്മാനിക്കും നമ്മുടെ നാവ്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനുമായുള്ള കടമ അത് അല്ലാഹു പുറത്തുതരൂല. നിങ്ങൾ ഹജറുൽ അസ്വദ് മുട്ടി ദ്വാരന്നാലും അല്ലാഹു പുറക്കൂല. കഅബാലയത്തിന്റെ ഭിത്തി പിടിച്ച് ദ്വാരന്നാലും അല്ലാഹു പുറക്കൂല. റൗദത്തുൽ മുശറഫയുടെ മുന്നിൽ പോയി ദ്വാരന്നാലും അല്ലാഹു അത് പുറക്കൂല. ആര് പൊറുക്കണം? അയാൾ പൊറുക്കണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നാൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, ഹൽ അലാ സാഹിബുക്കും ദൈനുൻ? നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടമുണ്ടോ? ആരാ ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടബാധ്യതകളുമുണ്ടോ? അന്നേരത്ത് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന് കുറച്ച് കടമുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരത്ത് കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സല്ലു അലാ സാഹിബുക്കും ലാ ഉസല്ലി. നിങ്ങൾ നിസ്കരിക്കുകയും നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി, ഞാൻ നിസ്കരിക്കാനില്ല. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജനാസ കൊണ്ടുവന്നാൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത് എന്ത് ചോദ്യമാണ്? ഇയാള് നിസ്കാരക്കാരനാണോ? ഇയാള് നോമ്പുകാരനാണോ? ഇയാള് ഹജ്ജ് ചെയ്തിട്ടുള്ള ആളാണോ? ഇയാള് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചില്ല. ഹൽ അലാ സാഹിബുക്കും ദൈനുൻ? ഇയാൾക്ക് വല്ല കടബാധ്യതകളുമുണ്ടോ? കാസർഗോഡ് ജില്ലയിൽ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ പല സ്ഥലങ്ങളിലും വഴുതിന് പോകുമ്പോ പല സഹോദരങ്ങളും വന്നിട്ട് പറയും, ഉസ്താദെ 50,000 രൂപ കിട്ടാനുണ്ട്, 2 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ബിസിനസ്സിൽ ഇറങ്ങിയതാണ്, അയാൾ കബളിപ്പിച്ചു 10 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 1 കോടി രൂപ, 2 കോടി, 5 കോടി, 10 കോടി രൂപ കിട്ടാനുണ്ട്. ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? പൈസ മേടിക്കും, ഒരു വട്ടം ചോദിക്കുന്നതിനൊരു, പക്ഷേ വിശുദ്ധ ഇസ്ലാം പറഞ്ഞ എന്താണെന്നറിയോ? ഒരാള് നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അയാളോട് ചോദിക്കണം, ആ പൈസ, എന്റെ പൈസ. അങ്ങനെ ചോദിക്കണമെന്നാണ്. ചോദിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർക്ക് അവനെ ഞാൻ പൈസ കൊടുത്തത്, അവന്റെ അടുത്ത് അളിയാ ആ പൈസ ഇങ്ങനെ ഓർമ്മിച്ച മോശം പരിപാടി അല്ല. കാരണം അയാൾ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമല്ല അസ്രായീൽ വരിക അലൈഹിസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമേ നമ്മുടെ അടുത്ത് ആളിയാ, ഹലോ ഹാമിദ് യാസീനാണോ? അതെ, എവിടേക്കാ? ഇപ്പൊ കാസർഗോഡ് പരേങ്ങാനത്താണല്ലോ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ? റൂഹ് പിടിക്കാൻ. ആരാണ്? അസ്രായീലാണ്. ഫോൺ വിളിച്ചിട്ടാണോ വരുന്നത്? അല്ല, അറിയില്ല സഹോദരാ. അപ്പൊ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ എപ്പോഴാണ് പള്ളിക്കാട്ടിലേക്ക് യാത്രയാകുന്നതെന്നറിയില്ല. അതുകൊണ്ട് കടം മേടിച്ചാൽ അയാളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്ക്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഒരാൾക്ക് കടമുള്ളവനായിട്ട് അയാൾ മരിച്ചുപോയാൽ കേൾക്കേണ്ട രസം, 100 ഖത്മ മതി അയാളുടെ പേരിൽ. നിങ്ങൾ 100 ഖത്മ, 70,000 നിൽക്കുന്ന ഒരു 100 വട്ടം ചൊല്ലി നാടായ നാട് മുഴുക്കെ അയാളുടെ പേരിൽ ദാനധർമ്മങ്ങൾ സംഘടിപ്പിച്ചു. അയാളുടെ പേരിൽ ഒരു പള്ളി വെച്ചു കൊടുത്തു, ഡൊണേറ്റ് ചെയ്യും. സഹോദര ശ്രദ്ധിച്ച് കേൾക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ ജനാസയ്ക്ക് വല്ല കടവുമുണ്ടോ? അന്നേരത്തെ മഹാന്മാരായ സഹാബത്ത് പറഞ്ഞു, ദിർഹമാനി, 2 രൂപ കടമുണ്ട് നബിയേ. പരേങ്ങാനത്തുകാരെ, എന്റെയും നിങ്ങളുടെയും ഭാഷയിൽ പറഞ്ഞാൽ 2 രൂപ കടമുണ്ട് നബിയേ. ദിർഹമാനി, 2 ദിർഹമുകൾ കടമുണ്ട് നബിയേ. അന്നേരത്തെ ഹബീബ് പറയുകയാണ്, സല്ലു അലാ സാഹിബുക്കും ലാ ഉസല്ലി, സാഹിബുക്കും ലാ ഉസല്ലി. നിങ്ങൾ
നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കൂല. എത്ര രൂപയാ? 1000 അല്ല, 10000 അല്ല, 2000 അല്ല, കേവലം 2 രൂപ കടമുണ്ടായതിന്റെ പേരിൽ ആ സഹാബിയുടെ ജനാസ നിസ്കരിക്കാൻ തയ്യാറാകാതെ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി നിന്നെങ്കിൽ എന്റെ കൽബുള്ള ചെറുപ്പക്കാരാ, എന്റെ ഹൃദയമുള്ള മുഅ്മിനേ, 1 രൂപ ബാധ്യതയായിട്ട് ഞാനും നീയും മരിക്കണ്ട. 1 രൂപ ബാധ്യത വെച്ചിട്ട് ഞാൻ നീ മരിക്കരുത്. മരിച്ചാൽ എന്റെയും നിന്റെയും ഖബറിലേക്ക് ഒരു അമലും എത്തുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മക്കള് 3-ാം ഫാത്തിഹ സംഘടിപ്പിച്ചാൽ എത്തൂല. ഇനി 40 ഇവിടെയൊക്കെ എന്താ മരിച്ചാലുള്ള 3-ാം ഫാത്തിഹ ഉണ്ടോ? 4 ഉണ്ട്, 10 ഉണ്ടോ? 7, 4, 40 ഒന്നും എത്തൂല. 1 രൂപ കടമുണ്ടായിട്ട് നിങ്ങൾ മരിച്ചാൽ ഒരു അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, വലിയ സംഭവമാണ് കടം. അതുകൊണ്ട് അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടായതുകൊണ്ടാണ് ബറാഅത്തിൻ മിൻ കുല്ലി ഹഖില്ലാദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. തൗബയുടെ ബാബിൽ മഹാനായ സയ്യിദുദ്ദീൻ മഖ്ദൂം നിങ്ങൾ പറഞ്ഞ മനോഹരമായ കവിതയാണ്. സഹോദര, മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട് അത് പടച്ചോൻ പുറത്തിരില്ല. അത് അയാളോട് തന്നെ മാപ്പ് ചോദിക്കണം. അതിനേറ്റവും ബന്ധപ്പെട്ട സംഭവമാണ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അതുകൊണ്ട് ആരെയും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒന്നും പറയരുത്. എന്നാൽ ചില മഹാന്മാർ അവർ അല്ലാഹുവിലേക്ക് അവരുടെ നാവിനെ ഖുർആൻ കൊണ്ട്, ദിക്റ് കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, എപ്പോഴും പടച്ചവന്റെ ഹംദ് കൊണ്ട് ജോലിയായി അവരുടെ നാവുകൾ പരിശുദ്ധമായിട്ടങ്ങ് മാറി. അപ്പോൾ അവരുടെ നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അതതുപോലെ അങ്ങ് ഫലിക്കുന്നതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിയേ. മുത്തുനബിയുടെ പേരിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ കൽബി ചിന്തിക്കണം, പടച്ചോനെ ഇത് ഇൽമിന്റെ മജ്‌ലിസാണല്ലോ അല്ലാ. മുസ്ലിയാർ കോമഡി ഒന്നും പറയുന്നില്ലല്ലോ, ചിരിക്കാൻ, സിനിമാ പാട്ടൊന്നും പാടുന്നില്ലല്ലോ, ഒന്ന് രസിക്കാൻ, ഒന്നുമില്ല. അങ്ങനെ വിഷമിച്ചുള്ള ആൾക്കാരുണ്ടോ? അവർ പൊയ്ക്കോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ അങ്ങനെയൊന്നും പാടുന്നില്ല, അങ്ങനെയൊന്നും പറയാനുമില്ല. സഹോദരങ്ങളെ, കുറച്ച് നേരം നമുക്ക് അല്ലാഹു ജീവിതത്തിൽ തന്നു. ഇൽമ പറയാനാണ്. ഇൽമിന്റെ മജ്‌ലിസിന് വലിയ മഹത്വമാണ്. ഒരു മനുഷ്യനെ കണ്ടിട്ട് പുന്നാര നബിതങ്ങൾ പറഞ്ഞു, സഹോദരാ, നീ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. മരിക്കാൻ പോവുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നീ ലോകത്തോട് വിട പറയും. ആരാണ് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്തു വേണം നബിയെ? ഞാൻ ഇനി എന്ത് ചെയ്യും നബിയെ? ഒരു സക്കാത്ത് കൊടുക്കട്ടെ, ഹജ്ജ് ചെയ്യട്ടെ, നിസ്കരിക്കട്ടെ, സ്വലാത്ത് ചൊല്ലട്ടെ? അപ്പൊ പറഞ്ഞു, നീ ഇൽമ പറയുന്ന മജ്‌ലിസിൽ പോയിരിക്ക്, ഇൽമ പറയുന്ന മജ്‌ലിസിൽ പോയിരിക്ക് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ നമ്മൾ എത്രയോ സമയം സിനിമ കണ്ട്, സീരിയൽ കണ്ട്, മോശത്തരങ്ങൾ ചെയ്തു. ഈ ഒരു 2 മണിക്കൂർ സമയം അള്ളാഹുവിൻ്റെ ഇൽമുമായി ഷോലായി ബന്ധപ്പെട്ടിരുന്നാൽ ഒരുപക്ഷെ ഇതായിരിക്കും നമുക്ക് നാളെ ആഖിറത്തിൽ വെളിച്ചം, നമ്മുടെ ഖബറിൽ വെളിച്ചം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ നിങ്ങൾ കൽബ് കൊണ്ട് ആലോചിക്കണം, പടച്ചോനെ, ഞാൻ എഴുന്നേറ്റ് നിന്നത് എൻ്റെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിട്ടാണ്, ബഹുമാനിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് എല്ലാവരും ഒന്ന് ചൊല്ലിയേ. അസ്സലാത്തു അലൻ النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي الصلاة على الرسول والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة على النبي. പൂരിത പ്രഭാപരത്തും
കോടിയാം താരങ്ങളിൽ പൂർണ്ണചന്ദ്രനേക്കാൾ തിളങ്ങും ശോഭയിൽ ഉദിച്ചില്ലയോ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അങ്ങ് നൽകും ഊഷ്മള പരിലാളനം വാത്സല്യവും നൽകുവാൻ കഴിയില്ല ഞങ്ങളിൽ ഉമ്മവാപ്പയിലാരിലും അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പടച്ചവനെ, ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ പുന്നാര നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നിന്നിലേക്ക് കൈ ഉയർത്തുന്നു അല്ലാഹ്. ഈ സദസ്സ് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ രാജകുമാരൻ, ഞങ്ങളുടെ ഖൽബിന്റെ വിളക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ആ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ തമ്പുരാനെ. നൽകിയ വീടുകളിൽ നീ ബറക്കത്ത് ചൊരിക്കണേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നൽകിയ മക്കളെ നീ ഓർമ്മശക്തിയുള്ള കൂർമ്മബുദ്ധിയുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ ഹാഫിളീങ്ങളായ ദീനിന്റെ ദാഴികളായ നല്ല മക്കളാക്കണം അല്ലാഹ്. കുടിയന്മാര്, പിടിയന്മാര്, പലിശക്കാര്, ദുഷിച്ചവര്, ശപിക്കപ്പെട്ട മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. പടച്ചവനെ, കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾ ഈ സദസ്സിലുണ്ട് റബ്ബേ. അവരുടെ കടങ്ങൾ പുന്നാര നബിതങ്ങളെ കൊണ്ട് നീ വീട്ടണേ അല്ലാഹ്. ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, ഒരുപാട് ഹാർട്ട് ബ്ലോക്ക് കൊണ്ട്, ധാരാളം ക്യാൻസർ കൊണ്ട് റബ്ബേ, ബ്രെയിൻ ട്യൂമർ കൊണ്ട്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങൾ കൊണ്ട് ആരൊക്കെ ഈ മജ്ലിസിൽ കഷ്ടപ്പെടുന്നുവോ, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, പുന്നാര നബിതങ്ങളെ പോരിശ കൊണ്ട് അല്ലാഹ് ആ രോഗം പൂർണ്ണമായും, ആ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ നിമിഷം നീ നിർമാർജനം ചെയ്യണം അല്ലാഹ്. ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മഹല്ലിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കും. സഹോദരങ്ങളെ, മഹാന്മാരുടെ നാവിന് വലിയ ബറക്കത്തുള്ള നാവാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഒരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, അന്ന റജുലൻ അക്കല ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശിമാലി. ഇടത്തെ കൈകൊണ്ട് ഒരാൾ തിന്നണം. ആരെ മുന്നിൽ വെച്ച്? പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. അഹങ്കാരിയുടെ ലക്ഷണമാണത്. കണ്ടിട്ടില്ലേ? ചിലർക്ക് ഇടത്തെ കൈ എന്റെ സ്റ്റൈലാണ്, ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, പുന്നാര നബിതങ്ങൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, കുൽ ബിയമീനിക, മോനെ, നിന്റെ വലത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൂ. അയാൾ പറഞ്ഞു, ലാ അസ്തതിഉ ഹകദ, എനിക്കത് പറ്റൂല. അന്നേരത്തെ ഹബീബ് പറഞ്ഞു, നിനക്ക് പറ്റൂലെങ്കിൽ പറ്റണ്ട എന്ന അർത്ഥത്തിൽ ഹബീബ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാളുടെ വലത്തെ കൈകൊണ്ട് ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. മരിക്കുന്നതുവരെ അയാളുടെ ഇടത്തെ കൈകൊണ്ടാണ് അയാൾ ഭക്ഷണം കഴിച്ചത്. വലത് കൈ പിന്നെ വായിലേക്ക് പോയിട്ടില്ല. കാരണം അസറുള്ള നാവ് കൊണ്ട് പുന്നാര നബിതങ്ങൾ പറഞ്ഞു, ധിക്കാരത്തിന്റെ വർത്തമാനം പറയുമ്പോൾ സൂക്ഷിക്കണം. ചില മഹാന്മാരുടെ വാക്കുകൾ അത് വലിയൊരു വാക്കായിരിക്കും സഹോദരാ. വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. കൊടിയുടെ മുള്ളോട്
കൂകന്ന് ചൊന്നാരേ കൂസാതെ കൂകീപ്പാ ഒന്ന് പറഞ്ഞ ബാക്കി കൂസാതെ കൂകീപ്പാ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അതറിയില്ല. ഉപ്പമാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹാമിദ് യാസീൻ ഉസ്താദ് കള്ളം പറയുവാന്നോ? എത്ര ചെറിയ പിള്ളേർ ഈ മജ്‌ലിസിലുണ്ട്, ചെറിയ മക്കൾ ഈ സദസ്സിലുണ്ട്, അവർക്കത് പൂരിപ്പിക്കാൻ അറിയില്ല. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ. വലിയ ആൾക്കാർക്ക് അറിയില്ലേ? അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഖാദിരി കർ ഖാദിരി രക ഖാദിരിയോ മേ മുഠാ ഖാദിരി കർ ഖാദിരി രക ഖാദിരിയോ മേ മുഠാ ഖദർ അബ്ദുൽ ഖാദിർ ഖുദ്റത്ത് നമാ കേ വാസിതേ. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് കൂട്ടി വെച്ച കോഴിയുടെ മുള്ളോട് എന്നോട് പറഞ്ഞു കൂകി പറക്കാൻ. കോഴിയുടെ മുള്ളോട് കൂകുന്ന് ചൊന്നാരേ കുസാതെ കൂകി പാറപ്പിച്ച് വിട്ടോവാർ. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്, കോഴിയുടെ മുള്ളിനോടാണ് കൽപ്പിച്ചത്, കോഴിയോടല്ല. പക്ഷേ ചിറകിട്ടടിച്ചു കൂയെന്ന് കൂകിക്കൊണ്ട് പൂവങ്കോഴി പറന്നു പോയി. മഹാന്മാരുടെ നാവിന്റെ ബറക്കത്താണ്, പരദൂഷണം പറഞ്ഞതിന്റെ ബറക്കത്തല്ല, കളവ് പറഞ്ഞതിന്റെ ബറക്കത്തല്ല, ഖുർആൻ ഓതിയതിന്റെ ബറക്കത്താണ്. അല്ലാഹു തന്ന നാവ് കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ബറക്കത്ത്, ദിക്ർ ചൊല്ലിയ ബറക്കത്ത്, സ്വലാത്ത് ചൊല്ലിയ ബറക്കത്ത്, അല്ലാഹുവിനെ വാഴ്ത്തിയ ബറക്കത്ത്. അപ്പോൾ ആ നാവ് അസറുള്ളതാകും. വഫീ ലിസാനിഹി അസറുൻ, അവരുടെ നാവുകൾക്ക് അസറുണ്ടാകും. ആ നാവ് കൊണ്ടവർ പറയും, അത് പറഞ്ഞാൽ അല്ലാഹു അപ്പടി അങ്ങ് സ്വീകരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ചില മഹാന്മാര് ചില വാചകങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകൂല. നമ്മൾ അവരെ കുറ്റം പറയും. അയാൾ പറഞ്ഞു കേട്ടോ, അയാൾ അത് പറയാം, അയാൾ ഔലിയ, അയാൾ അല്ലാഹുവിന്റെ ആളത്ര, അയാൾ പറഞ്ഞ വർത്താനം കേട്ടില്ല, മോശപ്പെട്ട വർത്താനം, നമുക്ക് മനസ്സിലായില്ല. എങ്ങനെ? ചില മഹാന്മാർ അവരുടെ നാവുകൾ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയുണ്ട്. ഒരാള് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമുൽ ആദം അബൂ ഹനീഫ സബി വെള്ളം ഒഴിക്കും. പ്രായമുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ വെള്ളം ഒഴിപ്പിക്കാൻ പാടുണ്ടോ? ആ ഒരു ചെറിയ ചെക്കനാണ്. ചെറിയ ചെക്കന്മാരൊക്കെ വയത് പറയാൻ പറ്റും, പ്രായമുള്ള ആൾക്കാരൊക്കെ വെള്ളം ഒഴിച്ചു. അബൂ ഹനീഫ, ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരാളെ പറ്റി ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാൻ പോകാണ്. ഇയാൾ ആരാന്ന് ഈ വന്ന ആള്? അയാൾ അബൂ ഹനീഫ ഇമാമിനെ തെറി പറയുന്ന ആളാ. വാ തുറന്നാൽ അബൂ ഹനീഫ ഇമാമിനെ കുറ്റേ പറയുള്ളൂ. അങ്ങനെ അങ്ങനെ ആൾക്കാരുണ്ട് നാട്ടിലെ. മുസ്ലിയാരെ ഇങ്ങനെ എപ്പോഴും ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊനഷ്ട് ചോദ്യങ്ങളുമായിട്ട് ഉസ്താദേ ഉസ്താദേ അങ്ങനെ ആയാൽ എങ്ങനെയാ? ഇയാൾക്ക് അറിയാൻ മേലാത്തോണ്ടൊന്നുമല്ല, ഇയാൾക്ക് അറിയാൻ മേലാത്തോണ്ടൊന്നുമല്ല. മഹാനായ ശൈഖുന സിറാജുൽ ഉലമ ഹൈദ്രൂസ് ഉസ്താദ്, കൊല്ലം ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ അധ്യക്ഷനും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദുമാണ്.
തെക്കൻ കേരളത്തിന്റെ ഒരു മുത്താണ്, മാണിക്കക്കല്ലാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ശൈഖുനാ സിറാജുൽ ഉലമ ഹൈദ്രൂസ് മുസ്ലിയാർ കൊല്ലം ക്ലാസ്സിനിടയിൽ ഞങ്ങളോട് പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെയാണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ഉസ്താദിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഉമ്മായെ തൊട്ടാ ഒളു മുറിയോ ഉസ്താദേ? അപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ എന്തോ പറയും, മുറിയത്തില്ല എന്ന് പറയും. അപ്പൊ ഈ ഉസ്താദ് കുറച്ച് വളവുള്ള ഉസ്താദാണ്. പക്ഷെ ഈ ചോദിക്കാൻ വന്ന ആളോ അതിലും വലിയ വളവുള്ള ആളാണ്. അയാള് ചോദിച്ചതിനകത്ത് എന്തോ ഒരു പെശകുണ്ടെന്ന് ഉസ്താദിന് മനസ്സിലായി. അപ്പോ ഉസ്താദ് പറഞ്ഞു, മുറിയൂലെന്നല്ല ഉസ്താദ് മറുപടി പറഞ്ഞു. പിന്നെ ഉമ്മായെ തൊട്ടാ ഒളു മുറിയോ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് തിരിച്ചു വെച്ചു, എവിടാ തൊട്ടേ എന്ന് ചോദിച്ചു. വളവുള്ള ആളുകൾക്ക് വളവുള്ള മറുപടിയാണ് പറയുക, വിശദീകരിക്കണില്ല. നിങ്ങൾ അതിന് കാത്തിരിക്കണ്ട. അത് കൊള്ളാവല്ലേ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അയാൾ വന്നിട്ട് പറഞ്ഞു, ഒരാളെ പറ്റി ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിക്കാണ്. എന്താണ് അഭിപ്രായം? അയാള് പറയുകയാണ്, എനിക്ക് അല്ലാഹനെ പേടിയില്ല, എനിക്ക് നരകത്തെ പേടിയില്ല, എനിക്ക് സ്വർഗത്തെ ആഗ്രഹമില്ല, എനിക്ക് ഫിത്ന നല്ല ഇഷ്ടമാണ്, വല്ലപ്പോഴുമൊക്കെ സുജൂദും റുകൂഉം ഇല്ലാതെ നിസ്കരിക്കുന്നയാളാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിയാൽ ആ റഹ്മത്തിൽ നിന്നും ഓടിപ്പോകുന്നയാളാണ് അയാൾ. ശ്രദ്ധിച്ച് കേൾക്കുക, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിയാൽ അയാൾ ഓടിക്കളയും. അയാൾക്ക് ഫിത്ന ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹനെ അയാൾക്ക് പേടിയില്ല, നരകത്തെ അയാൾക്ക് ഭയമില്ല, സ്വർഗത്തെ അയാൾ ഇല്ല. പിന്നെയോ അയാൾ ശവം തിന്നുന്നയാളാണ്. ശവം അയാൾ തിന്നും, ശവം തിന്നുന്നയാളാണ്. പിന്നെ അയാൾ പറയുന്ന യഹൂദികൾ പറയുന്ന കാര്യം ശരിയാണ്, ക്രിസ്ത്യാനികൾ പറയുന്ന കാര്യവും ശരിയാണ്. യഹൂദികളും ക്രിസ്ത്യാനികളും പറയുന്ന കാര്യം ശരിയാണെന്ന് അയാൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇയാളെ നാവ് കൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ ഇതൊക്കെയാണ്. ഇയാളെ പറ്റി എന്തു പറയുന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു? ഈ മനുഷ്യനോട് അബൂ ഹനീഫ ഇമാം തിരിച്ചു ചോദിച്ചു, സഹോദരാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ അഭിപ്രായം ചോദിച്ചയാളിനെ സംബന്ധിച്ച് ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നത് നിർത്തുമോ? നിർത്താം. ഞാൻ നിങ്ങൾ ശരിയായ മറുപടിയാണ് പറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഇനി മേലാൽ തെറി പറയില്ല, ഇനി മേലാൽ ആക്ഷേപിക്കില്ല. അബൂ ഹനീഫ ഇമാം അങ്ങനെ പറഞ്ഞു. എന്തിനാ? അയാൾ ആഖിറം രക്ഷപ്പെടാനാണ്. അബൂ ഹനീഫ ഇമാമിന് കോട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആലിമീങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞാൽ ആലിമിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്കാണ് കുഴപ്പം. വിഷം കുടിച്ചത് നമ്മളാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പറയുകയാണ്, അബൂ ഹനീഫ ഇമാമേ, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ശരിയായ കാര്യം അയാളുടെ നാവ് കൊണ്ട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ശരിയായ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ഞാനിനി നിങ്ങളെ കുറ്റം പറയില്ല. എന്നാൽ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, അത് ഹാദാ വലിയുൻ കരീം, അത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട മഹാനായ മനുഷ്യനാണ്. ഈ വർത്തമാനങ്ങൾ പറയുന്ന വ്യക്തി അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട മാന്യനായ വലിയാണ്. അബൂ ഹനീഫ ഇമാം മറുപടി പറയുകയാണ്, അല്ലാഹനെ പേടിയില്ലെന്ന് പറഞ്ഞവൻ വലിയോ, നരകത്തെ പേടിയില്ലെന്ന് പറഞ്ഞവൻ വലിയ
വലിയോ, സ്വർഗത്തെ ആഗ്രഹമില്ലെന്ന് പറഞ്ഞവൻ വലിയോ, ഫിത്ന ഇഷ്ടമാണെന്ന് പറഞ്ഞവൻ എങ്ങനെയാണ് വലിയാകുന്നത്? ചിലപ്പോഴൊക്കെ റുക്കൂഉം സുജൂദും ഇല്ലാതെയാണ് നിസ്കാരം, അയാൾ എങ്ങനെയാണോ വലിയാകുന്നത്? റഹ്മത്ത് ഇറങ്ങുന്ന നേരത്തെ അയാൾ ഓടിപ്പോകുകയാണ്. യഹൂദികളും ക്രിസ്ത്യാനികളും പറയുന്നത് ശരിയാണെന്ന് അയാൾ പറയുകയാണ്. അയാൾ എങ്ങനെയാണ് വലിയാകുന്നത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി. ഒരു വലിയനെ മനസ്സിലാകുന്നത് ആർക്കാണ്? വലിയനാണ്. ഔലിയാക്കളെ മനസ്സിലാക്കാൻ ഔലിയാക്കൾക്കേ പറ്റും. അതാണ് ഔലിയാക്കൾ ചില കാര്യങ്ങൾ അവരുടെ നാവ് കൊണ്ട് പറയും. നമുക്ക് വിവരമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ കുറ്റം പറയാൻ നിൽക്കണം. ആലിമീങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കിയിട്ട് നമ്മൾ അവരെ എതിർക്കാൻ നിൽക്കണ്ട. അത് മണ്ടത്തരവും മഠയത്തരവുമാണ്. ഞാൻ വിശദീകരിക്കാം സഹോദരങ്ങളെ. അള്ളാഹുവിനെ അയാൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞത് എന്തിനാണ്? അള്ളാഹുവിനെ പേടിക്കേണ്ടത്? അള്ളാഹുവിനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്താ? ഒരു കുട്ടി രാവിലെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, അന്നേരത്തൊരു വലിയ വടിയുമായിട്ടൊരു ചെറിയ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ഒരു വലിയ വടിയായിട്ട് ഇങ്ങനെ മദ്രസയിൽ പോവാണ്. നിങ്ങൾ ആ കുട്ടിയെ കണ്ട് ചോദിച്ചു, അല്ല മോനെ എവിടെ പോകുവാ? ഞാൻ മദ്രസയിൽ പോന്ന്. കയ്യിൽ എന്തുവായിരിക്കുന്നേ? അത് വടിയാ. അത് എന്തോത്തിനാ? അത് ഉസ്താദിന് കൊടുക്കാനാ. ഉസ്താദ് മോനെ അടിക്കത്തില്ലയോ? ഇല്ല, ഞാൻ ശരിക്കും പഠിക്കും. വലിയ കുട്ടികൾ പഠിക്കാതെ വരും, അവരെ അടിക്കാൻ വേണ്ടി കൊടുക്കാനാ. മോനെ ഉസ്താദ് അടിക്കില്ല. ഇല്ല, ഞാൻ ശരിക്കും പഠിക്കും. എല്ലാ ദിവസവും ഞാൻ പാഠം കൊടുക്കും. ആ കുട്ടിക്ക് ഉസ്താദിന് പേടിയുണ്ടോ? പേടിയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹിനെ പേടിയില്ല. അള്ളാഹുവിന്റെ സ്നേഹമാണ്. കാരണം എന്താണ്? അവർ എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. അവർ അവരുടെ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്യില്ല, ഒരു കറാഹത്ത് ചെയ്യില്ല. അവർക്ക് വേണ്ടതെന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അവർക്ക് സ്വർഗം വേണ്ട. ഇദ്ദേഹം പറഞ്ഞല്ലോ സ്വർഗം വേണ്ടാന്ന്. സ്വർഗം അവർക്ക് വേണ്ട. വരിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ തൃപ്തിയാണ് അവർക്ക് വേണ്ടത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ പറ്റി. والسابقون الأولون من المهاجرين والأنصار الذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സഹാബിമാരെ പറ്റി ഖുർആൻ പറഞ്ഞതാണ്. അവർക്ക് അവർ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരാണ്. അവരെ ഇബാദത്ത് ചെയ്ത ഈ സ്വർഗം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് കാര്യലാഭം ആഗ്രഹിക്കലാണ്. ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, എന്റെ ലക്ഷ്യം എന്താ? എനിക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം. സ്വർഗം കിട്ടണമെന്ന് പറഞ്ഞ് അയാൾ നിയത്ത് ചെയ്താൽ അയാൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? സഹോദരങ്ങളെ, ഇത് ഔലിയാക്കളുടെ ലോകമാണ് ഈ പറയുന്നത്. സാധാരണക്കാരായ എന്റെയും നിങ്ങളുടെയും ലോകത്തെ പറ്റി അല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുമ്പോൾ, അള്ളാഹുവേ നീ എന്നെ നരകത്തിലിട്ടാലും വേണ്ടില്ല, നീ എന്നെ സ്വർഗത്തിൽ കടത്തിയാലും വേണ്ടില്ല, എനിക്ക് വേണ്ടത് നിന്റെ ലിഖാണ്, എനിക്ക് വേണ്ടത് നിന്റെ സംതൃപ്തിയാണ്, നിന്റെ പൊരുത്തമാണ്, നിന്റെ ഇഷ്ടമാണ്. അതാണ് ഔലിയാക്കളുടെ ഭാഷ. മഹാനായ ഇമാമുൽ ആദം പറയുകയാണ്, അദ്ദേഹം നരകത്തെ പേടിയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. ഓ നബിയേ, അങ്ങയുടെ റബ്ബ് അക്രമം പ്രവർത്തിക്കുന്ന റബ്ബല്ല, അങ്ങയുടെ റബ്ബ് ആക്രമിക്കുന്ന റബ്ബല്ല.
പേടിക്കേണ്ടത് എന്ന് മഹാനായ വലിയ ചോദിച്ചതാണ് സഹോദരാ. നരകമെന്ന് പറഞ്ഞാൽ നരകത്തെ എന്തിനു പേടിക്കണം? നരകം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിനെയാണ് പേടിക്കേണ്ടത്, സൃഷ്ടിയായ നരകത്തെ അല്ല പേടിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാൻ പറഞ്ഞത് എനിക്ക് നരകത്തെയും പേടിയില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞതോ, ഫിത്ന ഇഷ്ടമാണെന്ന് പറഞ്ഞതോ ഖുർആനിലില്ലയോ സഹോദരാ? ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ ധനം അത് ഫിത്നയാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അദ്ദേഹം ഉദ്ദേശിച്ച ഫിത്ന ഏതാണ്? അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സന്താനങ്ങളെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഫിത്ന പറഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഔലിയാക്കളുടെ നാവിൽ നിന്ന് വരുന്ന ഭാഷ മനസ്സിലാകാതെ വിമർശിക്കല്ലേ സഹോദരാ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഓടിപ്പോകുമെന്ന് പറഞ്ഞല്ലോ, ശവം തിന്നുമെന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്താണ്? മഴയാണ്. മഴ പെയ്താൽ, മഴ നനഞ്ഞാൽ പനി പിടിക്കും. മഴ നനഞ്ഞാൽ പനി പിടിക്കും. അതുകൊണ്ട് മഴ പെയ്താൽ മഴയത്തൊന്ന് ഓടി ചോലയുള്ളിടത്ത് പോയി നിൽക്കും. അതാണ് റഹ്മത്തി ഓടുക. ശവം തിന്നാണ്. ശവം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മത്സ്യം, അത് ശവാണല്ലോ, അത് തിന്നൽ ഹലാലാക്കിയില്ലേ നമുക്ക്? അത് തിന്നുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ റുക്കൂ സുജൂദ് ഇല്ലാതെ നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോ വല്ലപ്പോഴും എടോ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോ റുക്കൂ സുജൂദ് ഉണ്ടോ? ഇല്ല. ആ നിസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. നീ എന്ത് മനസ്സിലാക്കി മനുഷ്യ? അപ്പൊ പറഞ്ഞതോ യഹൂദികളും നസ്രാനികളും പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞതോ? യഹൂദികൾ പറഞ്ഞില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء. ഇത് വിശുദ്ധ ഖുർആനിലില്ലേ? എന്താണ്? യഹൂദികൾ പറഞ്ഞു നസാറാക്കൾ തെറ്റാണെന്ന്, നസാറാക്കൾ പറഞ്ഞു യഹൂദികൾ തെറ്റാണെന്ന്. അവർ രണ്ടുപേരും പറഞ്ഞത് ശരി തന്നെയല്ലേ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. യഹൂദി നസാറാക്കൾ പറഞ്ഞ ആ വസ്തുത ശരിയാണെന്ന്. അല്ലാതെ യഹൂദികളും നസ്രാനികളും പറയുന്ന വിശ്വാസം ശരിയാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ അല്ലാഹുവിന്റെ അരിഫീങ്ങളിൽപ്പെട്ട മഹാൻ അവിടുത്തെ നാവിൽ നിന്ന് വന്ന വാചകങ്ങളെ പണ്ഡിതോചിതമായി ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങ് വ്യാഖ്യാനിച്ചപ്പോൾ ആ മനുഷ്യനങ്ങ് കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ്. തങ്ങളെ അപരാധം സംഭവിച്ചു പോയി, മാപ്പു നൽകണേ തങ്ങളെ, മാപ്പു നൽകണേ തങ്ങളെ. ഇനി ഞാൻ അങ്ങയെ ആക്ഷേപിക്കില്ല, ഇനി ഞാൻ അങ്ങയെ തെറി പറയില്ല, ഇനി ഞാൻ അങ്ങയോട് മോശമായി വർത്തമാനം പറയില്ല. സഹോദരങ്ങളെ, നാവ് അത് വലിയൊരു ഭീഷണിയാണ്. മഹാനായ ഇമാമുന മാലികി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതാ ഒരാൾ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. ഒരു പെണ്ണ് മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയ പെണ്ണിന്റെ ജനാസ മറ്റൊരു പെണ്ണ് കുളിപ്പിക്കുകയാണ്. നിങ്ങൾ ഗൗരവത്തോടെ കേട്ടിരിക്കാൻ വേണ്ടി പറയാം. ചെറിയ കാര്യമല്ല, വലിയ സീരിയസ് ആയ വിഷയമാണ് നാവ്. നാവ് നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കും, നമ്മൾ അറിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇമാമുൽ മദീന എന്നറിയപ്പെട്ട മഹാൻ. ഈ പെണ്ണ് ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരിച്ച ആള് ജനാസ പെണ്ണാണ്. പെണ്ണിന്റെ ജനാസ കുളിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പെണ്ണിന്റെ കൈ ആ ജനാസയുടെ ഗുഹ്യ ഭാഗത്തങ്ങ് ഒട്ടിപ്പിടിച്ചു പോയി. വലിച്ചിട്ടിളകി വരുന്നില്ല. ഒരുപാട് പരിശ്രമിച്ചു നോക്കി, ഫലപ്രദമായി ഇളകി വരുന്നില്ല.
ജനാസ കുളിപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ കൈയെ ആ ജനാസയുടെ ഗുഹ്യഭാഗത്തങ്ങ് ഒട്ടിപ്പിടിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, കൈ വലിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉലമാക്കളോട് മുഴുവനും അഭിപ്രായം ചോദിച്ചു. കൈ മുറിച്ചു മാറ്റണോ, ജനാസ മുറിച്ചു മാറ്റണോ? കൈ ഒന്നുകിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ രണ്ടാലൊരു മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ആ സഹോദരിയുടെ കൈ മുറിച്ചു മാറ്റണം, അതല്ലെങ്കിൽ ജനാസ മുറിച്ചു മാറ്റി കൈ രക്ഷപ്പെടുത്തണം. എന്താണ് ചെയ്യേണ്ടത്? അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഉലമാക്കളോട് ഫത്വ ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി പറയാൻ കഴിയാതെ വിഷണ്ണരായി വിഷമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, മാലിക് ഇമാം ജീവിച്ചിരിക്കുകയാണല്ലോ, മാലിക് ഇമാമിന്റെ സവിധത്തിൽ പോയി നമുക്കിത് പറയാം. മാലിക് ഇമാമിന്റെ അടുക്കലിൽ സംഭവം എത്തി. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കറാമത്ത് കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം പറയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മാലിക് ഇമാം പറയുകയാണ്, നിങ്ങളാ ജനാസ കുളിപ്പിച്ച പെണ്ണിനെ വിളിക്കണം. ആ പെണ്ണിനോട് നിങ്ങൾ ചോദിക്കണം, അല്ല മോളെ, ഈ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്റെ മനസ്സിൽ വല്ല തെറ്റായ ധാരണകളും വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്,